പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അനുഭവിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അത് സ്വീകരിക്കുവാനും ഒക്കെയും ദൈവം നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ചിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ശാപത്തിലല്ല, ക്രിസ്തുയേശുവിൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ ഇന്ന് വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വസിക്കുന്നത് പോലെ സംഭവിച്ച് തരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കർത്താവിൽ നമുക്ക് ആശ്രയം വെക്കാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്നു. തുടർച്ചയായി കർത്താവിൻ്റെ പ്രവൃത്തികളെ കാണുവാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ സഹായിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുവാൻ കർത്താവ് ശക്തനാണ്. ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഭാഗമല്ല, വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതാണെന്ന് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ട തലമുറ. യേശുക്രിസ്തു നമ്മളെ അന്ധകാര ശക്തിയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അന്ധകാര ശക്തിയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് പുതിയ ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ ആമേൻ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുട്ടിലല്ല, നമ്മൾ വെളിച്ചത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് കേട്ടത്. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും കേൾക്കുക. ഓരോ വചനത്തിന് തനിയാവർത്തനമായി കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വചനം പ്രവർത്തിക്കുന്നതും അനുഭവിക്കുവാനും കേൾക്കുവാനും ഒക്കെയും കർത്താവ് നമ്മളെ ഇടയാക്കും. നമുക്ക് വേഗത്തിൽ പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ പോകാം. അപ്പം മറക്കരുത്, നിങ്ങൾ അന്ധകാരത്തിൻ്റെ ശക്തിക്ക് യേശുക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ തകർക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ അന്ധകാരത്തിലാണെന്നാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എത്ര വചനം വായിക്കുന്നവരാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര വചനം വായിച്ചിട്ടോ നിങ്ങൾക്ക് കാര്യമില്ല. കാരണം വെച്ചാൽ ദൈവവചനത്തിൻ്റെ അറിവാണ്, ആ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ക്രിസ്തു പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, വചനം നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. എന്താ നമ്മുടെ വിശ്വാസം, എന്തിനെ വിശ്വസിക്കുന്നു, ഏത് കാര്യം, അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കുന്നില്ലെന്ന് പറയുന്നില്ല, എൻ്റെ ബൈബിൾ പഠനം എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. വിശ്വാസത്താലാണ് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെയൊക്കെയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുക. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു, തുടർമാനമായി ദൈവത്തിൻ്റെ വചനം പഠിച്ചു വരുന്നു. കർത്താവ് നമ്മളെ എല്ലാ ദിവസവും അതിനായിട്ട് തന്നെ ഒരുക്കുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ FAC ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അകത്തുനിന്നാണ് കേട്ടും പഠിച്ചും വന്നത്. ഇന്ന് അതേ FACർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്കാണ് വരുന്നത്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചു. വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികളെപ്പറ്റി പറയുകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മെ ഉയർപ്പിച്ചു. അപ്പോൾ ബൈബിൾ പറയുകയാണ്, അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നു നമ്മൾ. അപ്പം നമ്മൾ പാപത്തിലും ശാപത്തിലും പലവിധമാകുന്ന ലോകത്തിൻ്റെ വ്യവസ്ഥയിലും ഒക്കെ കടന്നവരായിരുന്നു. ഇവിടെ നമ്മളെപ്പറ്റി ഒരു മുൻകാല ചരിത്രം പറയുകയാണ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ശ്രദ്ധിച്ചോണം, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും
ആകാശത്തിന്റെ അധികാരത്തിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ചു നടന്നു. അപ്പൊ മുമ്പത്തെ ഒരു കാലഘട്ടം നമ്മളെപ്പറ്റി പറയുകയാണ്. നിങ്ങൾ മുമ്പേ എങ്ങനെയായിരുന്നു? ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിൽ നോക്കിയേ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ, അപ്പൊ ആകാശത്തിലൊരു അധികാരമുണ്ട്, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലർ ചോദിക്കും ഈ ബൈബിളിൽ എഫേസ്യ ലേഖനത്തിലേക്കും പറയുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. അപ്പോൾ ഈ സ്വർലോകത്തിൽ, അവിടെ സ്വർഗത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ഈ ആകാശമണ്ഡലത്തെ പറ്റിയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു ആകാശമണ്ഡലത്തിൽ, നമ്മൾ ഈ കാണാത്ത അന്തരീക്ഷ മണ്ഡലത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വീണു പോയത് ലൂസിഫർ മാത്രമല്ല, അവനോടൊപ്പം പല ദൂതന്മാരെയും എന്ത് ചെയ്തിട്ടുണ്ട്? വീണുപോയി. ദൂതസംഘം തന്നെ ലൂസിഫറിന്റെ കൂടെ, പിശാചിന്റെ കൂടെ താഴേക്കുണ്ടുണ്ട്. ഇവർ പലരും വാസം ചെയ്യുന്നത് നക്ഷത്ര മണ്ഡലങ്ങളിലാണ്, പലരും വാസം ചെയ്യുന്നത് ആകാശമണ്ഡലങ്ങളിലാണ്. ഇവരിങ്ങനെ ഊടാടി സഞ്ചരിക്കുന്ന ആളുകളാണ്. ഞാൻ ബൈബിളിൽ തന്നെ ക്രിസ്തു പറയുന്നുണ്ട്, പിശാച് ആത്മാവാകുന്നു. അതായത് അവനൊരു ശരീരമില്ല, അവനൊരു ആത്മാവാണ്, ഒരു സ്പിരിറ്റാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ഈ അന്ധകാരത്തിൽ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിൽ അനുസരണക്കേടിന മക്കൾ, അതായത് ഏദൻ തോട്ടത്തിലെ ആദത്തിന്റെ തലമുറകളെ പറ്റിയാണ് പറഞ്ഞത്, നമ്മളെപ്പറ്റി ആയിരുന്നു പറഞ്ഞിരുന്നത്. അനുസരണക്കേട് കാണിച്ച മക്കൾ, അവരിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്, അതിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. എന്നിട്ട് പറയണം, അവരുടെ ഇടയിൽ എല്ലാവരും മുമ്പേ നമ്മുടെ ജഡത്തിന്റെ മോഹത്തിലും ജഡത്തിന്റെ മനോവികാരത്തിലും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ നമ്മൾ ആരായിരുന്നു? ഏദൻ തോട്ടത്തിൽ ആദമെന്ന അനുസരണക്കേട് കാണിച്ച പിതാവിന്റെ പാപത്തിൽ ജീവിക്കുന്ന മക്കളായിരുന്നു. അപ്പൊ കോപം ജ്വലിച്ച, അല്ലെങ്കിൽ കോപിക്കപ്പെട്ട് പാപത്തിൽ വീണ, ദൈവത്തിൽ നിന്നും അകന്നു പോയ ജനറേഷനായിരുന്നു നമ്മൾ. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ, അതിൻ്റെ 4-ാമത്തെ വാക്യം നോക്കിയേ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, ശ്രദ്ധിച്ച്, മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ഇതൊക്കെ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മളെ ക്രിസ്തുവിൽ ജീവിപ്പിച്ചു. കൃപയാൽ എത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? കൃപയാൽ എത്ര. അപ്പൊ എവിടുന്നാ രക്ഷിക്കപ്പെട്ടത്? എവിടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടോ, അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്നും, ഈ ലോകത്തിന്റെ കാലഗതിയിൽ നിന്നും, ആകാശത്തിന്റെ അധികാരത്തിൽ നിന്നും, അനുസരണക്കേടിന്റെ മക്കളിൽ നിന്നും, കോപത്തിന്റെ മക്കളിൽ നിന്നും ദൈവം നമ്മെ എന്ത് ചെയ്തു? രക്ഷിച്ചെടുത്തു. ഇതിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഭ മാറുന്നതല്ല, വേറൊരു സഭയിലേക്ക് വന്ന് ചേരുന്നതുമല്ല, ക്രിസ്തുവിലേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ ഈ സകല അധികാരത്തിന്റെ കീഴിൽ നിന്നും നിങ്ങൾ മോചിതരാകുന്നതാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരാഭിചാരമോ ഒരു ശക്തിയോ ഒരു ദുരാത്മാവിനോ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഒരു വാക്കുണ്ട്, വായിച്ചിട്ടുള്ളവർക്കറിയാം, അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമടിമേലും പോരട്ടണം. എത്ര പേർക്ക് ആ വാക്യം അറിയാൻ? പെട്ടെന്ന് ഞാൻ ആ വാക്യം ഒന്ന് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല, വേഗത്തിൽ എനിക്ക് തോന്നുന്ന സംഖ്യാപുസ്തകത്തിൽ ആ വാക്യം ഒന്ന് എടുക്കാവോ? അവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്കും ആ വചനം മാത്രം മതി. അവിടെ പെസഹ കുഞ്ഞാടിനെ അറുത്തതിന് ശേഷം സംഹാര ദൂതൻ അതിലെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും നിന്റെ കുടുംബത്തിലെ കടിഞ്ഞൂലുകളെയൊക്കെ അവൻ സംഹരിക്കാതിരിക്കേണ്ടതിന്, അത് മൃഗവും മനുഷ്യൻ മാത്രമല്ല മൃഗത്തിന്റെയും കടിഞ്ഞൂലുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? രക്തം കൊണ്ട്, അറക്കപ്പെട്ട കുഞ്ഞാട് രക്തം കൊണ്ട് കട്ടളമേലും കുറുമടിമേലും എന്ത് ചെയ്യണം? മുദ്ര വെക്കണം. അപ്പൊ ഈ രക്തത്തിന്റെ ഒരു പ്രത്യേകത, ഇത് കാണുമ്പോൾ സംഹാരവൻ എന്ത് ചെയ്തു? നിന്റെ കുടുംബത്തിൽ തലമുറയെ തൊടാതെ, കടിഞ്ഞൂലുകളെ നഷ്ടപ്പെടുത്താതെ, അതിനെ കൊന്നുകളയാതെ, അതിനെ നശിപ്പിക്കാതെ നിങ്ങളെ വിട്ട് മാറിപ്പോകും. അപ്പൊ നോക്കി, അപ്പൊ അവിടെ പറയുകയാണ്, അതിക്രമങ്ങളാൽ മരിച്ച നമ്മെ രക്ഷിച്ചു. അപ്പൊ ഈ മുദ്രയുള്ള ഭവനത്തെ സംഹാരകന് തൊടാൻ കഴിയത്തില്ല. ഈ മുദ്രയുള്ള ആ വാക്യം ഒന്ന് എടുക്കാവോ? എനിക്ക് ആ വാക്യം രജിസ്റ്റർ എന്ന് വേണ്ടത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. പുറപ്പാട് സംഖ്യയല്ല, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. പുറപ്പാട് പുസ്തകം, നിങ്ങൾ ആ വാക്യം ഒന്ന് കാണിക്കാവേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കി.
നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീടുകളുടെ മേൽ രക്തം അടയാളമായി ആയിരിക്കുകയും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തേക്കുള്ള ബാധ നിങ്ങൾക്ക് നാശഹേതുമായി വരത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ സംഹാരകന്റെ അല്ലെങ്കിൽ ഈ സംഹാരകൻ നിങ്ങളെ തൊടാതെ, ഈ നാശം നിങ്ങൾക്ക് ഹേതു വരാതെ, ഈ ബാധ നിങ്ങളെ തൊടാതെ പോകണമെങ്കിൽ ഒരു മുദ്ര വേണം. അപ്പൊ ഈ മുദ്ര ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നാശം വരത്തില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ബാധ കയറി നിങ്ങളെ നശിപ്പിക്കത്തില്ല, നിങ്ങളുടെ കടിഞ്ഞൂലിനൊക്കെ തൊടാൻ കഴിയത്തില്ല. ഇതൊരു മുദ്രയാണ്. ഈ മുദ്ര ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ മുദ്ര വന്നു കഴിഞ്ഞു. അപ്പൊ പിശാച് ഒരു വ്യക്തിയുടെ ഭവനത്തിൽ കയറാൻ നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാണാത്തൊരു ലോകമുണ്ട് പിശാചിനും. അപ്പൊ ഇവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ മുടിപ്പിക്കുവാനും, ബൈബിൾ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും പിശാച് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ രോഗികളാക്കി നിങ്ങളെ കിടത്തി മരണത്തിലേക്ക് നിങ്ങളെ ഉന്തിവിടുന്നത് ദുരാത്മാ കൊണ്ട്. കുടുംബത്തിൽ സമാധാനം തരാത്ത പിശാചുക്കളുണ്ട്, തലമുറകളെ വഴിതെറ്റിക്കുന്ന പിശാചുക്കളുണ്ട്. കുടുംബത്തിൽ സമാധാനം തരാതെ, സന്തോഷം തരാതെ, ഉയർച്ച തരാതെ, സാമ്പത്തികമായിട്ടും രോഗത്തിലും പ്രശ്നത്തിലും കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉയരാൻ കഴിയാതെ കൊണ്ട് നിങ്ങളെ ഒതുക്കുന്ന പിശാചുക്കളുണ്ട്. ഇവയ്ക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിൽ മുദ്രയില്ലാത്തത് കൊണ്ടാണ്. ഇനി ശ്രദ്ധിച്ചോണം, മുദ്ര എന്താന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മുദ്ര എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മേലൊരു മുദ്ര വരുന്നുണ്ട്. ആ മുദ്ര ഞാൻ പറഞ്ഞു തരാം, താഴേക്ക് വായിച്ചോണം, ഈ വാക്യം മറന്നുപോകല്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ദിനത്തെ വരും കാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ ഇനി പോകാൻ വേണ്ടിയുള്ളവരല്ല, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരുത്തപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. ഇനി അതിന്റെ എഫേസ്യ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് ചാടിപ്പോവാണ്, നോക്കിയോണം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദനയേറ്റു പരിച്ഛേദനക്കാർ എന്ന പേര് അഗ്രചർമ്മിക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും പറയുകയാണ്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാത്തവരും ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരുമായിരുന്നു. അതിനർത്ഥം വാഗ്ദത്തത്തിന് അവകാശികളല്ലായിരുന്നു. ഇതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. ഓക്കെ, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥർ ആയിരിക്കുന്നു. ഇനി നോക്കിക്ക അടുത്ത വാക്യം, അവൻ നമ്മുടെ സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു സമാധാനത്തെ ഉണ്ടാക്കി. നോക്കിക്കണം, ഇനി ഇവിടെ പറയുകയാണ്, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഏക ശരീരത്തോട് തന്നോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നോക്കിക്കേ, അപ്പൊ ഇവിടെ മുഴുവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു മുഖാന്തിരം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഇവിടെ വചനം പറയുന്നു, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, യേശു ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ് നിങ്ങളെ മേടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ, ഞാൻ പറഞ്ഞു വെറുതെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരെ പറ്റി അല്ല ഈ പറയുന്നത്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, യേശുവിന്റെ കർത്താവ് എന്ന് വിശ്വസിച്ച് ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നവരല്ല, ക്രിസ്തുവിൽ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്താലുള്ള മുദ്രയുണ്ട്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിന്റെ അറക്കപ്പെട്ട രക്തം കണ്ടപ്പോൾ ബാധ ഒഴിഞ്ഞുപോയെങ്കിൽ, സംഹാരകൻ ഒഴിഞ്ഞുപോയെങ്കിൽ, യേശുവിന്റെ രക്തമുള്ള ഭവനത്തിന്റെ മേൽ പിശാചിനോ ഈ ലോകത്തിന്റെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനോ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു മുദ്രയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് ചിന്തിക്കും, ഞങ്ങൾക്ക് അനർത്ഥം വരുമോ എന്നൊരു ഭയം അവർക്കുണ്ടായാൽ ഉടനെ അവർ ചിന്തിക്കും, ഇല്ല, അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം ഇപ്പോൾ ഞങ്ങളുടെ കട്ടളമേലുണ്ട്. അപ്പൊ സംഹാരകൻ നോക്കുന്നത് എന്തുവാ? നശിപ്പിക്കാൻ വരുന്ന സംഹാരകൻ നോക്കുന്നത് ഞാൻ മിടുക്കനാണോ എന്നല്ല, എനിക്ക് എന്തൊക്കെ നിറവുണ്ടോന്നല്ല, എനിക്ക് എന്തൊക്കെ കുറവുണ്ടോന്നല്ല നോക്കുന്നത്, എനിക്ക് കഴിവുണ്ടോ എന്നല്ല നോക്കുന്നത്, പകരം നിങ്ങളെ അല്ല നോക്കുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള മുദ്രയാണ് നോക്കുന്നത്.
ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നു, പിശാച് നോക്കുന്നത് നിങ്ങളുടെ കുറവല്ല. പിശാച് നോക്കുന്നത് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തികളാണോ നിങ്ങൾ? യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയാണെങ്കിൽ ബൈബിൾ പറയുന്നു നീ ദൂരസ്ഥനായിരുന്നു, ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ സമീപത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇവിടെയാണ് തെറ്റായ വിശ്വാസത്തിന്റെ സ്വാധീനം. ഞാൻ പറഞ്ഞല്ലോ, ഈ പിശാചിന്റെ തന്ത്രമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, ശക്തിയല്ല. അവന് ശക്തി കൊണ്ട് നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവന്റെ തന്ത്രം കൊണ്ട് പലപ്പോഴും നമ്മൾ കുടുങ്ങി പോകാറുണ്ട്. എന്താ അവന്റെ തന്ത്രം? ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ആരോ എനിക്കിട്ട് കൂടോത്രം ചെയ്തു. ഞാൻ ഉദാഹരണം കേട്ടോ, ആരോ ഞാൻ ഉയരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ എനിക്കിട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ കൂടോത്രത്തിന്റെ അകത്തും എന്തൊക്കെയോ പ്രശ്നത്തിന്റെ അകത്തും എന്നെ ഇട്ടിരിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളെ വന്നു. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചെന്നോ ചെയ്തെന്നോ ഇരിക്കട്ടെ, നിങ്ങളത് അറിഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവും? അത് പരിഹരിക്കുവാനുള്ളൊരു വഴി തപ്പിപ്പോവും. എന്താ പരിഹരിക്കാനുള്ള വഴി? നമ്മൾ പലരെയും വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, പലരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇരിക്കും. പക്ഷെ എന്താണ്, ഒരു ഫലം ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ആ പുറപ്പാട് ദിവസത്തിലെ വാക്യത്തിലേക്ക് ഒന്ന് വരാവേ, നോക്കിക്കോണേ. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും. അപ്പൊ ഈ രക്തം കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ രക്തത്തെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട് ആട്ടിൻകുട്ടിയെ. ഇവിടെ വചനം മുഴുവൻ നോക്കി, മിസ്രൈമിൽ യഹോവ മോശെ അരുളി ചെയ്തത്, മിസ്രൈം ദേശത്ത് വെച്ച് അരുളി ചെയ്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആണ്ടിൽ 1-ാം മാസമായിരിക്കും. ഇസ്രായേൽ സർവ്വജനത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിലെ ഓരോ ആട്ടിൻകുട്ടി വീതം ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. അതിൽ കുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരെങ്കിൽ ആളുകളുടെ എണ്ണത്തിൽ ഒത്തവണ്ണം അവരെ വീട്ടിനടുത്ത് അയൽക്കാർ കൂടി അതിനെ എടുക്കണം. ഓരോരുത്തരും തിന്നതിനും ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതുമായിരിക്കണം. ഒരു ചെമ്മരിയാടോ കുഞ്ഞാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ സൂക്ഷിക്കണം. ഇസ്രായേൽ മക്കൾ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തമെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിൽമേലും കട്ടളമേലും രണ്ടിന്മേലും കുറുമടിമേലും അത് പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീര അതിന്റെ കൂടെ കഴിക്കണം. നോക്കി, ഇത്രയും വാക്യം നോക്കിയേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇസ്രായേൽ മക്കൾ ഇന്നും കയ്പ് ചീര അവർ കഴിക്കാറുണ്ട്. ഇതെന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ പെസഹായുടെ സമയത്ത് യേശു ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി മരിക്കും എന്നതിൻ്റെ മുന്നോടിയാണ് പെസഹ. നമ്മൾ ആചരിക്കുന്ന പെസഹായെ പറ്റി അല്ല ഈ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ ആചരിക്കുന്ന പെസഹ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? വരാൻ പോകുന്ന ഈ പെസഹായുടെ നിഴലെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുകയും കർത്താവ് ക്രൂശിൽ രക്തം ചീന്തുകയും രക്തം ചീന്തി നിങ്ങൾക്ക് പാപമോചനം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഈ കാര്യത്തെ പറ്റിയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സിമ്പലായിട്ട് അവരെല്ലാ വർഷവും ആടിനെ അറുത്ത് ഇതിന്റെ മാംസം എന്ത് ചെയ്യും? ഭക്ഷിക്കും പെസഹായ്ക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു നിഴലാണ്. ഇത് സംഭവിക്കാൻ പോകുന്ന ക്രിസ്തുയേശുവിന്റെ മരണ പുനരുദ്ധാന പാപമോചനത്തിന്റെ നിഴലാണ്. ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിഴലല്ല, പൊരുളാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥർ. അപ്പൊ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള നിഴല് കാണിച്ചവർക്ക് സംഹാര ദൂതൻ അവരെ നശിപ്പിക്കാതെ മാറിപ്പോയെങ്കിൽ ഇതിന്റെ പൊരുള്, ഇതിന്റെ ഒറിജിനൽ ലഭിച്ച നമുക്ക് എത്ര അധികം അനുഗ്രഹം ഉണ്ടാകണം. അപ്പൊ ഇവിടെയാണ് പ്രത്യേകത. പഴയ നിയമത്തിൽ ഒരാടിനെ കാണാൻ പറ്റുകയും പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുമാണ് ഇവിടെ വിഷയം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് പറയണം, യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ മേലോ, എൻ്റെ ഭവനത്തിൻ്റെ മേലോ, എൻ്റെ ജീവിതത്തിൻ്റെ മേലോ, എൻ്റെ തലമുറകളുടെ മേലോ ഒരിക്കലും പിശാചേ നിനക്ക് തൊടുവാൻ കഴിയുകയില്ല. ഇവിടെ ഈ മുദ്ര എന്നാന്ന് ചോദിച്ചാൽ, പിശാചിന് കാണണമെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പഴയ നിയമത്തിൽ കട്ടളമേൽ ഈ മുദ്ര പുരട്ടി വെക്കുമെങ്കിൽ പുതിയ നിയമത്തിൽ നിങ്ങൾ വിശ്വാസത്താൽ പറയുന്ന വാക്കുകളാണ് ഈ മുദ്രയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തം എൻ്റെ മേൽ ഉണ്ടെന്ന് ഞാൻ പിശാചിനോട് പറയണം. ഇതാണ് പുതിയ നിയമത്തിലെ വ്യത്യാസം.
പഴയ നിയമത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പഴയ നിയമത്തിൽ രക്തമെടുത്ത് ആ ഭിത്തിയിലും കട്ടളമേലും പുരട്ടിയാൽ മതിയെങ്കിൽ പുതിയ നിയമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് ഇവിടെ ഭിത്തി. നിങ്ങൾ പറയണം, നാവ് കൊണ്ട് പറയണം, യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഞാൻ, ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി എന്നെ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിൽ നിന്നും എനിക്ക് മോചനം തന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആരല്ല, എൻ്റെ മേലോ എൻ്റെ ഭവനത്തിന്റെ മേലോ പിശാചിന് സ്ഥാനമില്ല. നിങ്ങൾ ഈ വചനം വെച്ച് മാത്രം ഓർത്താൽ മതി. പഴയ നിയമത്തിൽ ഈ വാക്യം ഓർത്താൽ മതി. ഈ രക്തം നോക്കിയപ്പം പിശാച് അവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ യേശുവിന്റെ രക്തം നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? സംഹാരകൻ, ഇനി സാക്ഷാൽ പിശാച് ഇറങ്ങി വന്നാലും അവിടെ നിങ്ങളുടെ കുറവല്ല പിശാച് നോക്കുന്നത്, നിങ്ങളുടെ കഴിവല്ല പിശാച് നോക്കുന്നത്. എത്ര നേരം പ്രാർത്ഥിച്ചു നല്ല നോക്കുന്നത്, എത്ര നേരം ബൈബിൾ വായിച്ചു നല്ല നോക്കുന്നത്, എത്രത്തോളം നിങ്ങൾക്ക് ബൈബിൾ അറിയാം എന്നല്ല അവിടെ നോക്കുന്നത്. അവിടെ നോക്കുന്ന ഒരൊറ്റ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് ഞാൻ നിന്നെ തൊടത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിശാച് പറയും ഞാൻ നിന്റെ മേൽ കയറത്തില്ല, ഞാൻ നിന്റെ മേൽ തൊടത്തില്ല. പക്ഷെ ഇതുകൊണ്ടാണ് പലപ്പോഴും പലരും വിശ്വാസത്തിൽ വന്നിട്ട് പോലും പിശാച് അവരെ കയ്യിലെടുക്കുന്നതിന്റെ കാരണം ഇവർ ആ യേശുക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന രക്തത്തെ ഉയർത്തുന്നില്ല. അവർ പലപ്പോഴും യേശുവിന്റെ രക്തത്തെ ഉയർത്താത്തോടത്തോളം കാലം എന്ത് സംഭവിക്കുന്നു? ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. എന്ത് ചെയ്തു? തളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ കട്ടളമേലും എൻ്റെ കുറുമടിമേലും. അപ്പൊ ഇവിടെ കട്ടളയുമില്ല, എനിക്ക് കുറുമടിയില്ല, പകരം എൻ്റെ നാവ് കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കണം. ഏതൊക്കെയാ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രശ്നക്കാരനല്ല, ഞാൻ പ്രശ്നത്തിലല്ല, ഈ ലോകത്തിന്റെ കാലഗതിയിലല്ല ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കി ഈ വാക്യം നോക്കി, FAC ലേഖനത്തിലെ ഈ വാക്യം നിങ്ങൾ നോക്കി. ഞാൻ ഈ ലോകത്തിന്റെ കാലഗതിയിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ അന്യനല്ല, ഇവ മുമ്പേ ദൂരസ്ഥനായിരുന്നു, ഇപ്പൊ ദൈവമായിട്ട് എനിക്ക് ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. എന്നിട്ട് ഈ 15-ാമത്തെ വാക്യം നോക്കിയേ, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. എൻ്റെ അർത്ഥം, ഏദൻ തോട്ടത്തിൽ വെച്ചുണ്ടായ മനുഷ്യനും ദൈവവും തമ്മിൽ പാപനിമിത്തം ഉണ്ടായ ശത്രുത യേശു ക്രിസ്തു ക്രൂശിലൂടെ നീക്കി. ഇനി നോക്കിക്കേ, ഇനി ഞാൻ ദൈവത്തിന് ശത്രുവല്ല, ഞാൻ ദൈവത്തിന് സ്വന്തവും മിത്രവുമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏതെങ്കിലുമൊക്കെ ഒരു ആഭിചാര ബന്ധനം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇതൊക്കെയും നിങ്ങളുടെ ഭവനം വിട്ട് മാറിപ്പോകും. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പിശാച് നോക്കുമ്പോൾ നിങ്ങൾ ആ രക്തത്തിൽ മറയപ്പെട്ടിട്ടില്ല. ഇല്ല ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് ബ്രദറെ, ഞാൻ സ്നാനപ്പെട്ടതാണ് ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ബ്രദറെ, ഒന്നും കാര്യമില്ല. ഇപ്പോൾ കട്ടളമേലും കുറുമടിമേലും പൊങ്ങിയിരിക്കുന്ന രക്തം നിങ്ങളുടെ നാവിലായിരിക്കുന്നത്. നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ട്, യേശുവിൻ്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാനിപ്പോൾ ശത്രുവല്ല, ദൈവത്തിൻ്റെ മിത്രമാണ്. ദൈവത്തിൻ്റെ മിത്രത്തെ ശത്രുവായ പിശാചിന് തൊടാൻ കഴിയത്തില്ല. അപ്പൊ ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഞാനിത് വെറുതെ പറയില്ല, ഇതൊന്നൊരു 10 ദിവസം അടുപ്പിച്ചൊന്ന് പറഞ്ഞേ. ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പോലും അറിയാത്ത വലിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ യേശു കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ആമേൻ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം. ഇവിടെ നിങ്ങൾ FAC ലേഖനം താഴേക്ക് വായിക്കി വരുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ നോക്കിയേ, ആകയാൽ നിങ്ങൾ അന്യനല്ല, പരദേശിയുമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാർ. ഈ സഹപൗരൻ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സഹപൗരൻ, സഹോദരനല്ല, സഹപൗരന്മാർ. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിച്ചവരാണ് നിങ്ങൾ. ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിച്ചവർ, അന്യനല്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അന്യനെയും പരദേശിയൊക്കെ പോലെ. കർത്താവേ, പാപിയായതിനോട് ക്ഷമിക്കണം, ഞാൻ ചിലർ പറയത്തില്ലേ, ഞാൻ പൊടിയാണ് കർത്താവേ. ബൈബിളിൽ പലപ്പോഴും പഴയ നിയമത്തിൽ കൃമിയാന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഭയങ്കര ഭർത്താവ് ഞാൻ പൊടിയാണേ കൃമിയാണൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബൈബിൾ പറഞ്ഞു നിങ്ങൾ ഇനി അന്യനല്ല. അപ്പം ആയിരുന്നു, നിങ്ങൾ പൊടിയായെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോയി പ്രാർത്ഥിക്കരുതേ. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ അന്യനും പരദേശിയാന്നൊക്കെ എൻ്റെ അർത്ഥം പറയണം. ഇപ്പോൾ ഞാൻ അന്യനല്ല, പരദേശിയല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നവൻ ദൈവവുമായിട്ട് അന്യനാണോ? അല്ല. ദൈവം നിങ്ങളെ ഇപ്പോൾ പൊടിയായിട്ടല്ല കാണുന്നത്. ഞാൻ ആ ബൈബിളിലെ വാക്യമാണ്, കൃമി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യനെ ഒരു കൃമി പോലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ ദൈവം ഇപ്പോൾ കൃമിയായിട്ടോ പൊടിയായിട്ടോ അല്ല കാണുന്നത്, പകരം സഹപൗരന്മാർ, കണ്ടോ, ദൈവത്തിൻ്റെ ഭവനക്കാർ. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, ഇന്നലെ വരെ വഴിയിലെല്ലാം സൈക്കിളും ചവിട്ടി നടന്ന മനുഷ്യൻ, പത്രം ഇട്ട് നടന്ന മനുഷ്യൻ, പെട്ടെന്നൊരു വാർത്ത, അദ്ദേഹത്തിന് IAS കിട്ടി. അതുവരെ നിങ്ങളുടെ നാട്ടിൽ ചെറുപ്പക്കാരനായിട്ട് പത്രം ഇട്ട് സാധാ ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ട്യൂഷനൊക്കെ പോയി പഠിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാർത്ത വന്നു, അദ്ദേഹത്തിന് IAS സെലക്ഷൻ കിട്ടി, അദ്ദേഹം IASലേക്ക് പൊസിഷനിലോട്ട് മാറുവാണ്. അപ്പോൾ അതുവരെ നിങ്ങളുടെ നാട്ടിൽ പത്രം ഇട്ട് നടന്ന ചെറുപ്പക്കാരനല്ല, പിന്നെ പൊസിഷൻ മാറി. ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തെ അങ്ങനെ കാണാൻ കഴിയത്തില്ല. അതേപോലെ ഇപ്പോൾ നിങ്ങൾ അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരൻ. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് ചോദിക്കുന്നത് പോലെ അങ്ങ് ചോദിക്കുക ദൈവത്തോട്. ദൈവം സ്വർഗത്തിലിരിക്കുന്നു, നിങ്ങൾ നരകത്തിലിരിക്കുകയല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറ, അപ്പാ ഞാൻ വലിയ പ്രശ്നത്തിലിരിക്കുക, അപ്പാ എനിക്ക് ഇതിനൊരു അത്ഭുതം വേണം കേട്ടോ. സ്നേഹമുള്ള അപ്പനാണ് നിങ്ങളെ വിടിവിക്കും. കേട്ടോണം, സ്നേഹമുള്ള അപ്പനാണ് നിങ്ങളെ. ഞാൻ ചോട്ടെ, ദൈവം സ്നേഹമുള്ള ദൈവമാണോ? പറ, സ്നേഹമുള്ള പിതാവാണോ? അതെ. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു സംശയവും വേണ്ട. സ്നേഹമുള്ള പിതാവാണെങ്കിൽ ഉറപ്പാണ് ഭവനത്തിന്റെ അകത്തിരിക്കുന്ന മക്കളെ ഒന്ന് നിലവിളിക്കും. നിങ്ങളുടെ മക്കള് അകത്തിരുന്നുകൊണ്ട് പെട്ടെന്ന് നിലവിളിക്കുമ്പോൾ അടുക്കളയിൽ എന്നാ ജോലിയാണെങ്കിൽ ഓടി വരത്തില്ലേ? അതിന്റെ കാര്യം എന്താ? സ്നേഹമുള്ള പിതാവും മാതാവും ആയതുകൊണ്ടാണ്. അപ്പൊ സ്നേഹമുള്ള മക്കൾക്ക് അല്ലെങ്കിൽ സ്നേഹമുള്ള പിതാവാണ് ദൈവം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് ചെയ്യാൻ പറയാം, ഗ്യാരണ്ടിയാണ്, അത്ഭുതം നടക്കും. ഇനി നീ അന്യനല്ല, പരദേശിയല്ല. ഇതൊക്കെ സംഭവിച്ച കാര്യം ഞാനീ പറഞ്ഞത്. നമ്മൾ യേശുവിൻ്റെ രക്തം എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ കാര്യം മനസ്സിലാക്കണം, ഈ രക്തത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിൻ്റെ മേലോ ഭവനത്തിൻ്റെ മേലോ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ പറയണം. ഇവിടെ നിങ്ങൾ പറയുന്നതാണ് കട്ടളമേലുള്ള രക്തത്തിൻ്റെ അടയാളം. ഇല്ലാന്ന് പക്ഷാൽ നിങ്ങൾ പറയുകയാണ്, ബ്രദറെ ആരോ ഒരിക്കട്ടെ, ചിലർ പറയുന്നുണ്ട്, ബ്രദറെ എനിക്കിട്ട് ഭയങ്കര ചെയ്ത്ത് ചെയ്തിട്ടിരിക്കുക ബ്രദറെ, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം രക്ഷപ്പെടാത്തത്. സത്യമാണ്, ആയിക്കോട്ടെ. ഇനി നിങ്ങൾ എന്നാ പറയേണ്ടത്? ഇനി പറയാൻ പഠിക്കണം. ആരൊക്കെ വന്ന് ഞാൻ ചോട്ടെ, ജീവിതകാലം മുഴുവൻ കൂടോത്രം മേടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? രക്ഷപ്പെടണ്ടേ? ഇത് നിങ്ങൾക്ക് കരകയറി വരണ്ടേ? അതിനെന്ത് ചെയ്യണം? ആ രക്ത ഉടമ്പടി ഒന്ന് ഉയർത്തിപ്പിടിക്കണം. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ അറുത്ത രക്തം കട്ടളമേൽ വെച്ച് ഒരു സുഖമായി കിടന്ന് ഉറങ്ങിയെങ്കിൽ സംഹാരകൻ വന്ന് നോക്കിയപ്പോൾ തൊടാതെ അവർ നേരെ മിസ്രൈമിലോട്ട് പോയെങ്കിൽ ദൈവത്താൽ യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ വിളിച്ചു പറയണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് രക്ഷിക്കപ്പെട്ട എൻ്റെ മേലോ എൻ്റെ ഭവനത്തിൻ്റെ മേലോ പിശാച് നിനക്ക് അവകാശമില്ല. ആ ഉടമ്പടി, ആ രക്തം ഒന്ന് ഉയർത്തിക്കും. ഇങ്ങനെ രക്തത്തിൻ്റെ ആ ഒരു എന്താ പറയുക, കട്ടളമേൽ പുരട്ടിയ രക്തം ഉയർത്തുന്നത് പോലെ ഒന്ന് ഉയർത്തിക്കേ. ഉറപ്പാ ദൈവപ്രവൃത്തി കാണാം. ഒരു 10-15 ദിവസം അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ അസാധാരണമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത് കാണുവാൻ കഴിയും. അപ്പം ഇവിടെ നോക്കി, അന്യനല്ല. ഇനി നിങ്ങൾ നോക്കിയാണ്, ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. അന്യനല്ല. അന്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ തറ. അന്യൻ എന്നൊക്കെ പറഞ്ഞ എന്തുവാ അതിൻ്റെ അർത്ഥം? അന്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത, അതല്ലേ പറഞ്ഞത്. ഇപ്പം നിങ്ങളിപ്പോൾ കേരളത്തിൽ ഇരുന്ന് കോട്ടയത്തോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നോ ജമ്മു കാശ്മീരിൽ നിന്ന് ഏതോ ഒരാൾ പുതപ്പ് വയ്ക്കാൻ വേണ്ടി വീട്ടിൽ വന്നാൽ വഴിയെ പോകുന്ന ആരോഗ്യം നിങ്ങളുടെ ബന്ധുക്കാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? പറ, എന്നാ പറയും? പുതപ്പ് വയ്ക്കുന്ന ആൾ നിങ്ങളുടെ ബന്ധുക്കാരെന്ന് വെച്ചാൽ എന്നാ പറയും? അല്ല, ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ആന്ധ്രാപ്രദേശിൽ നിന്നോ ജമ്മു കാശ്മീരിൽ നിന്നോ എങ്ങാണ്ട് പുതപ്പ് വയ്ക്കാൻ വന്ന ആളാ അന്യൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? കൈക്കൊള്ളത്തില്ല,
ആ വ്യക്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു കണക്ഷനും പോകത്തില്ലെങ്കിൽ ബൈബിൾ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ പുതപ്പ് വെക്കാൻ വേണ്ടി വന്നേക്കുന്ന ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരനെ പോലെ അല്ല നിങ്ങൾ നിൽക്കുന്നത്, ഇപ്പോൾ ദൈവത്തിൻ്റെ ഭവനക്കാരൻ. ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി ക്ഷമിക്കണം കേട്ടോ, ഉദാഹരണം എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ദൈവത്തിന് ചുമ്മാതിരിക്കാൻ പറ്റത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ് നിങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ഉയർത്തണം. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം കട്ടളമേലും കുറുമടിമേലും നമ്മുടെ ജീവിതത്തിൽ പുരട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സിമ്പൽ നമ്മൾ പറയണം. നമ്മൾ നാവുകൊണ്ട് എന്ത് പറയണം? ഇപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഞാനൊരു ഭവനത്തിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഭവനത്തിൽ ഞാൻ ചെന്ന സമയത്ത് അവർ വീടിൻ്റെ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു ഭവനമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. പിന്നെയും കേൾക്കുമ്പോൾ നേരത്തെ കേട്ടവർക്ക് അരോചകം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നോടിങ്ങനെ എനിക്കറിയാവുന്നൊരു സുഹൃത്ത്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് പറഞ്ഞു, അവരുടെ കസിനാണ്, ആ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം അവർ ജപ്തിയുടെ വക്കിൽ നിൽക്കും. ജപ്തിയുടെ വക്കിൽ എന്ന് പറഞ്ഞാൽ ജപ്തിയാണ്, അവിടെ നിന്ന് മാറാൻ വേണ്ടി നിൽക്കുക. ബാങ്ക് അത് അറ്റാച്ച് ചെയ്തു, നാട്ടുകാർ മൊത്തം അറിഞ്ഞു, നമുക്കത് നോട്ടീസെല്ലാം ഒട്ടിച്ച് വലിയ വിഷയമാണ്. തലമുറകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. പിതാവിന് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു, നന്മയെല്ലാം പോയി. അപ്പം ഞാൻ അവിടെ പോകുന്ന സമയത്ത്, ഞാൻ അവിടെ കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇനി പ്രത്യേകിച്ച് അതിനകത്ത് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അവർക്ക് അതിൻ്റെ അകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥന വെച്ചു. അപ്പോൾ എന്തിനാ പ്രാർത്ഥന വെക്കുന്നത്? ഏതെങ്കിലും ഒരു വാതിലുണ്ട്. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ ഇവിടെ ദൈവം എന്തിനാ അയച്ചേക്കുന്നത്, ഇവരോട് എന്ത് സമാധാനം പറയും? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം ഇടപെട്ടു. പൗലോസ് ലീഹ അവരൊരു യാത്ര 220 പേരടങ്ങുന്ന ഒരു യാത്ര അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ഈശാന മൂലനടിച്ച് പടക് തകർന്ന്, ബൈബിളൊരു വാക്യമുണ്ട്, പക്ഷെ അവർ കര പറ്റി. അപ്പോൾ ഈ പടകിൻ്റെ അവസ്ഥയിൽ ഇവർ പൊക്കോണ്ടിരിക്കുന്നത്, ഇവരുടെ ജീവിതം എന്താ പറയുക, ദിശയില്ലാതെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാവ് വെറുതെ കര പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കി, എങ്ങനെ കര പറ്റും? ഇത് കര പറ്റാൻ ഒരു സാധ്യതയില്ല. വീട് ജപ്തി നിൽക്കുന്നു, ബാങ്ക് അറ്റാച്ച് ചെയ്ത് 3-4 കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കൺഫേമാണ്. വേറെ ആൾക്ക് വീട് കൊടുത്തു, അതായത് ബാങ്ക് മറ്റൊരാൾക്ക് അത് കൊടുത്തു, അവരെ ലേലം വിളിച്ചെടുത്തു. അങ്ങനെ നിൽക്കിയ ഒരു അവസ്ഥയിലാണ്. ഒഴിഞ്ഞു കൊടുക്കാൻ ഒരു അവസരം, സമയം കൊടുത്തേക്കുക. അവിടുത്തെ 3 മക്കളിൽ ഒരു മകൻ, കുടുംബവും അത് വിശ്വസിച്ചു. മറ്റൊരു വലിയതില്ല. ദൈവം ഒരു അടയാളം കർത്താവ് ഇടപെട്ടു. ഈ വീടിന് 4 കോണിലും ഏലസ് തകിട് പോലത്തെ, ആ തകിട് പോലത്തെ, ഏലസ് അല്ല, ആ തകിട് പോലത്തെ സംഭവം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. അവിടുത്തെ പിതാവ് രാത്രി പ്രാർത്ഥനയ്ക്കിടയ്ക്ക് തൂമ്പയുമായിട്ട് പോയി കളച്ചുകൊണ്ട് വന്നിട്ട് 4 തകിടും ആഴത്തിൽ കിടന്ന തകിട് കുഴിച്ചുകൊണ്ട് വന്നു. ഞാൻ കുഴിച്ചിട്ടല്ല കേട്ടോ, കർത്താവ് വെളിപ്പെടുത്തിയതാണ്. അത് നല്ല മണ്ണാണ്, നല്ല ഒന്നാന്തരം മണ്ണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഭവനത്തിന്റെ 4 അതിരിന്റെ മേലും കുഴിച്ചിട്ടിരുന്ന. അപ്പൊ ആലോചിച്ച് നോക്കി, ആ മണ്ണ് ഞാൻ കുഴിച്ചു നോക്കിയിട്ടില്ല. അവിടെ JCB ഒരു നന്നായിട്ട് തൂമ്പ എടുത്തുകൊണ്ട് പാതിരാത്രി നല്ല രീതിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടാണ് അത് കിട്ടിയത്. അപ്പൊ അതിലിന്റെ 4 മേലും ദൈവാത്മ വെളിപ്പെടുത്തി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം, അവർ ദൈവത്തെ വിശ്വസിക്കുക. അപ്പോൾ അതായത് രക്ഷിക്കപ്പെട്ടവരല്ല, അവർ ക്രിസ്തു വിശ്വാസത്തിൽപ്പെട്ടവരാ. പല ക്രിസ്തു വിശ്വാസം ഉണ്ട് കേട്ടോ, ഒറിജിനലും ഉണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഞാനിത് പറഞ്ഞ് വെറുതെ നിങ്ങൾക്ക് ഇതാകണ്ട. അപ്പം എന്നോട് കൊണ്ടുവന്ന അപ്പച്ചൻ കാണിച്ചു, ആ കുടുംബത്തിലെ അപ്പച്ചൻ കാണിച്ചു, ഇതുകൊണ്ടോ ബ്രദറെ, ഇതുകൊണ്ട് കാണിച്ചു. അപ്പോൾ അതൊന്നും കൂടെ അവർക്ക് വിശ്വാസ കാര്യം. എന്തായാലും ബ്രദർ വന്നിട്ട് ഈ താഴ്ചയിൽ എന്തായാലും കുഴിച്ചിടേണ്ട ആവശ്യം ബ്രദറിനില്ല. ഇനി ഇപ്പം ബ്രദർ കുഴിച്ചാലും നാട്ടുകാർ മൊത്തം അറിയും കാര്യം, ഒരു കുഴി കുത്തിയിടും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച ഇനി കുഴിക്കാൻ പോകണ്ട, ഇനി അത് തപ്പാനും പോകണ്ട, കുഴിക്കാനും പോകണ്ട, ഇനി ഒറ്റ കാര്യം ചെയ്താൽ, ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, അവിടെ എടുക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു, എടുക്കണ്ട, ഞാനതാ പറഞ്ഞു. പക്ഷെ അപ്പച്ചൻ ധൃതി വെച്ച് എനിക്കറിയത്തില്ല, സംശയം കൊണ്ടാണോ വിശ്വാസം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രാത്രി പോയി അപ്പച്ചൻ കുഴിച്ചു. പക്ഷെ ദൈവം ഇടപെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ കാര്യമാണ് ഇടപെട്ടത്, ദൈവം രക്ഷിക്കാൻ തയ്യാറാണ്. അപ്പം എന്നാലോചിച്ച് നോക്കി. പക്ഷെ ആർക്കും വിശ്വാസമില്ല. പക്ഷെ ഒരു കുടുംബം മാത്രം അവരത് വിശ്വസിച്ചു. ഒരു കുടുംബം വിശ്വസിച്ചു. ആ സ്ഥലത്ത് തന്നെ ഒരു നന്മ കാണും. നിങ്ങൾക്ക് അറിയണോ, ആ കുടുംബം വിശ്വസിച്ചു, അവർ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു, ദൈവത്തിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ അവർ ചേർന്ന് നിന്നു. ബാക്കി സഹോദരങ്ങളെല്ലാം അവിടെ നിന്ന് അപ്പം തന്നെ മാറി, അവരപ്പം തന്നെ വാടക വീട് തപ്പി അന്വേഷിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷേ ഈ കുടുംബം കർത്താവിൽ വിശ്വസിച്ചു. അവരെന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് മേടിച്ച് ആൾക്കാർ അവിടെ വന്ന സമയത്ത് ഒരു ഫേവർ ചോദിച്ചു, ചുമ്മാ ചോദിച്ചു, ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ താഴെ ഒരു ചെറിയ ഷെഡ് വെക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരാമോ? അവർ പറഞ്ഞു, ഞങ്ങളിത് ഈ വീട് മേടിച്ച് വിൽക്കുന്ന ആൾക്കാരവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വീട് മേടിച്ച് വിൽക്കാനാണ്
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തരാൻ കഴിയത്തില്ല. അപ്പം ഒരു ഫേവർ അവർ ചോദിച്ചു, എന്തേലും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്തോ ഒരു മനസ്സിൽ അവർക്ക് തോന്നി, ഒരു കാര്യം ചെയ്യും, നീ ആ സ്ഥലം എടുത്തു. അപ്പോൾ ഉടനെ പൈസ അവർക്കില്ല. പക്ഷെ ആ കൂട്ടത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, നീ കര പറ്റുമെന്നൊരു വാക്ക് പറഞ്ഞാൽ നിനക്ക് ഒരു വഴി തുറക്കും ദൈവം പറഞ്ഞായിരുന്നു. അങ്ങനെ സ്ഥലം കൊടുത്തു, പയ്യെ പൈസ കൊടുത്താൽ, പക്ഷെ കൊടുക്കാൻ അഡ്വാൻസ് പോലും ഇല്ല. ഇത് പറഞ്ഞതിന് ശേഷം 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ മകന് വിദേശത്തേക്ക് ഒരു ജോലി റെഡിയായി. ഇത്രയും പ്രശ്നം നിൽക്കുമ്പോഴാണ് ഓർത്തോണം, ആ ദൈവകൃപയാൽ ആ സ്ഥലത്തിൻ്റെ മുഴുവൻ കാശ് ആ ജപ്തി ചെയ്ത അതേ മണ്ണിലെ തൊട്ട് അവരുടെ തന്നെ പറമ്പാണ്, വീടാണ്, അതിനോട് ചേർന്നുള്ള പറമ്പിൽ തന്നെ എനിക്ക് വന്ന 4-5 സെന്റ് സ്ഥലം കൂടെയാണ്. അത് അവിടെ തന്നെ അവരൊരു വീട് പണിതെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞിരിക്കുന്നവരുടെ മുമ്പിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, കർത്താവിനെ സ്വീകരിക്കുന്നവന്റെ മുമ്പിൽ പുതുവഴി തുറക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എല്ലാ പ്രതീക്ഷയും തീർന്നല്ലോ, ഇനി ഇപ്പം എന്നാ. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ആദ്യം ഈ മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചു, ദൈവം എന്നാ പറയും. ഒന്നാലോചിച്ച് നോക്കി, ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി 10-12 ദിവസമുള്ള വീട്ടിൽ പോയിട്ട് ഞാൻ എന്നാ പറയാനാ? ദൈവം ഒരു വാടക കൂടി എടുക്കണമെന്ന് പറയണോ? ആ സമയത്ത് ദൈവാത്മാവ് ഇടപെട്ടു. അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ ഒറ്റ കർത്താവിൻ്റെ ആലോചന കിട്ടിയാൽ മതി, തീർന്നു നിങ്ങളുടെ ജീവിതം. അവിടെ മുതൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തിയോ ഒന്നും ഇവിടെ വെളിപ്പെടുത്താൻ വേണ്ടിയല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആലോചന കയറി നിങ്ങളെ പിടിച്ചാൽ, ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ശബ്ദം വചനമായിട്ടോ പ്രാർത്ഥനയായിട്ടോ പ്രവചനമായിട്ടോ ദൈവപ്രവൃത്തിയായിട്ടോ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ഒന്ന് തൊട്ട് കിട്ടിയാൽ നിങ്ങളുടെ ചരിത്രം മാറും, ജീവിതം മാറും, അസാധാരണമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഇവിടെയാണ്. അതാണ് കൂട്ടായ്മയുടെ ശക്തി. എന്നെ വീട്ടിൽ വിളിക്കേണ്ട ഒരു കാര്യം അവർക്കില്ല. അവർക്കൊരു വക്കീലിനെ കണ്ട് സ്റ്റേ തപ്പിയാൽ പോരാ. സ്റ്റേ ഒന്നും കൊടുക്കേണ്ട സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞുപോയി. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് ആ കുടുംബത്തിൽ പോകുവാൻ കർത്താവ് ഒരു കൃപ തന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്താൽ ഒരു ആലോചന കേൾക്കുവാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിത് പറയുന്ന സമയത്ത് ബാക്കി 2 സഹോദരന്മാർ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ. വെച്ചാൽ അവർക്ക് ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വാടക വീട് തപ്പുന്നു, ആളെ വിളിക്കുന്നു. ഞാൻ വന്നത്, എനിക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അവർക്ക് എന്ത് പ്രതീക്ഷിക്കാനാ? പക്ഷെ അവിടുത്തെ ആ മൂത്ത സഹോദരൻ നന്നായിട്ട് എന്നെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ വചനം കേൾക്കുക. ആ തകർന്നിരിക്കുന്ന സമയത്തും അവർ ഇങ്ങനെ, ഞാൻ എൻ്റെ മലയാളം ഭാഷ ഉപയോഗിക്കണം, ആ കുടുംബം മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലും ആ നല്ല മലയാളം ഞാൻ ഉപയോഗിക്കുക കേട്ടോ, നശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല മുടിഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലും ആ മകൻ ഒരു പ്രതീക്ഷ കർത്താവ് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളിനി അന്യനല്ല, പരദേശിയല്ല ദൈവം. അപ്പം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സംഭവിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ണുകൊണ്ട് കാണുന്ന ഒരു രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് അത് കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പം മറക്കല്ലേ, ഈ നാളെ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞോണം, കർത്താവിൻ്റെ രക്തത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? കട്ടളമേലും കുറുമടിമേലും വരച്ചിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് പിശാചിന് എൻ്റെ മേൽ കയറാൻ കഴിയാത്തത്. ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് പല ഭവനത്തിൽ ഒരു കസേരയിട്ട് പിശാചിരിക്കുന്നത്. ആമേൻ. ഇത് നിങ്ങൾ ഓർത്തോണം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് FAC ലേഖനത്തിൽ നിന്ന് കേൾക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് ഈ ഒഫീഷ്യൽ നെയിമാണെന്ന് എനിക്ക് അറിയത്തില്ല, ഈ ബാല എന്ന് പറയുന്നത് വിളിപ്പേരാണോ ഒഫീഷ്യൽ നെയിമാണെന്ന് എനിക്ക് അറിയത്തില്ല. ബാല എന്ന് വിളിക്കുന്നതിൻ്റെ പേരിൻ്റെ അവസാനമാണോ ഇടയിൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മുഴുവൻ കേട്ടോണം, ബാക്കി കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നത് കേട്ടോണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചിരുന്നോണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാനും അനുഭവിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ ഇടയാക്കും. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ല അപ്പ യേശുവിന്. ഇതിൻ്റെ അകത്ത് സജിനി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? സജിനി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഇന്ന് സൂമിലോ യൂട്യൂബിലോ ഉണ്ടോ? സജിനി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോട് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി കണ്ണുനീര് വീണ ഒരു ഭവനമായിട്ടാണ് ഈ സജിനിയുടെ ഭവനത്തെ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇപ്പം ഇതിൻ്റെ അകത്ത് ബാല എൻ്റെ മോളാന്നൊരു ആളുണ്ട് ഇട്ടിട്ടുണ്ടല്ലോ. അതൊന്ന് ആരാ അത്?
ബാല. എന്റെ ആ ഹസ്ബൻഡ് ബാലകൃഷ്ണൻ എന്നാണ്, പക്ഷെ എന്റെ ഇതിലില്ല ശാന്തി ബാല എന്ന് ഇടയ്ക്ക് വരാറുണ്ട്. അല്ല, ഒരു മിനിറ്റ് സിസ്റ്ററെ, ബാല എന്ന് എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ ഇപ്പം കമന്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അതാരായിരുന്നു? മോനെ വീട്ടിൽ വിളിക്കും ബാലകുമാർ എന്നാണ് ശരിക്കും, ബാലാന്ന് അല്ല, വീട്ടിൽ വിളിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഒരാൾ എഴുതിയിട്ടേക്കുന്നത് ഞാനിപ്പോൾ കണ്ടായിരുന്നല്ലോ. ഞാനായിട്ടിരുന്നെ. ആ, വിളിക്കുന്നത് ഒഫീഷ്യലായിട്ട് വിളിക്കുന്ന അതോ വിളിപ്പേരാണോ? അതെ അതെ അതെ, ബാലകുമാർ എന്നാ ഫുൾ നെയിം. ഓക്കെ, ബാല. അല്ലല്ല, ബാല എന്നുള്ളത് ഒരു പേര് പോലെ ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ബാല എന്നിങ്ങനെ വിളിക്കുന്നതായിട്ടാണ് ഞെക്കുന്നത്. അതെ, വീട്ടിലും സ്കൂളിലും ഒക്കെ ബാലാന്നാ വിളിക്കുന്നേ. ബാലകുമാർ ഫുൾ മൊത്തം പേര് ബാലകുമാർ തന്നെയാ. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ വരാം, പ്രാർത്ഥിച്ചട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ ഈ സജിനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും കർത്താവ്. സജിനിയുമായിട്ട് ബന്ധപ്പെട്ട ആരാ ഉള്ളത് എനിക്കറിയത്തില്ല. കർത്താവിനെ കാണിക്കുന്ന ആ കുടുംബത്തിൽ ഈ ഒത്തിരി കണ്ണുനീര് വീണ ഒരു കുടുംബമാണ്. കണ്ണുനീര് വീണ സജിനി എന്ന് പറഞ്ഞുകൊണ്ട് സജിനി ഇല്ല, ഇപ്പൊ ജീവൻ. ഒരു മിനിറ്റ്. ഈ രണ്ട് പെൺമക്കളുള്ള സജിനിയാണ്. അപ്പൊ അത് കേട്ടോണം. ആ രണ്ട് ഒരു മിനിറ്റ് മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിച്ച് കേട്ടെ. രണ്ട് പെൺമക്കളെ ഞാൻ കാണുന്നുണ്ട്. ഈ സജിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ കുടുംബത്തിന് വേണ്ടിയാണെന്ന് പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു 7.5 സെൻറ്റ് ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ അകത്ത് വലിയൊരു മാവ് നിൽക്കുന്ന ഒരു ഭവനമാണ്. 7.5 സെൻറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ കാണുന്നത്. ഈ സ്ഥലത്തെ ഞാൻ കാണുമ്പോഴുള്ള സമയത്തെല്ലാം കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഭവനം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു. എൻ്റെ ഒരു കൂട്ടുകാരി സജിനി ഉണ്ട്, അവൾക്ക് 2 പെൺമക്കളുമുണ്ട്. ഈ കുടുംബത്തിലെ കൂട്ടുകാരെ വിളിച്ച് സിസ്റ്റർ പറഞ്ഞോണം, കർത്താവ് നിന്റെ കണ്ണുനീരിന് മറുപടി തരാൻ വേണ്ടി പോവാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി വേദനയോടെ പലപ്പോഴും ഹൃദയം വിങ്ങുന്നത് പോലെയൊക്കെ ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സഹോദരിയാണ്. അവിടെ പറയണം, കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ പോകുന്നു പറഞ്ഞോണം. ദൈവം അവിടെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യും കേട്ടോ. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 7.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തൊരു മാവ് നിൽക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ കാണുന്നത്, ഞാനൊരു അധികം വലിപ്പമില്ലാത്തൊരു വ്യക്തിയെ ഒരു മനുഷ്യനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കാല് കർത്താവിൻ്റെ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ കാല് എടുത്തെടുത്ത് കാലിൻ്റെ മേലെ ഒരു വലിയൊരു സ്പർശനം ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒത്തിരി ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ആ കുടുംബം പോകുന്നത്. എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ഈ കഴിഞ്ഞ ദിവസത്തിൽ ആരോ ഒരാൾ ഓട്ടോറിക്ഷയിലേക്ക് ആ ഭവനത്തിൽ വന്നു. ആ ഭവനവുമായിട്ട് കുറച്ച് മണിക്കൂറുകൾ ആ കുടുംബത്തിൽ സ്പെൻഡ് ചെയ്തു. എന്നാൽ ആ വ്യക്തിയോട് നിങ്ങൾ പല കാര്യങ്ങളും വളരെ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാഴ്ചയും ഞാൻ ഈ കുടുംബത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇനി ഭാരപ്പെടേണ്ട, ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ആരോടും സങ്കടം പറയണ്ട, ദൈവത്തിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുക. ദൈവം ആ കുടുംബത്തിൻ്റെ മേൽ വലിയ തൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുന്നത് ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇതാരാണോ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ തൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തിയെ ഇന്ന് ഞങ്ങൾ അയക്കുന്നല്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ഞങ്ങൾ വെളിപ്പെടുന്നല്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. ഇന്നതോടൊപ്പം തന്നെ എന്നോട് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ഞാൻ കേൾക്കുന്നൊരിതാണ്, അമ്മിണി എന്ന് പറയുന്ന വിളിപ്പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ അമ്മിണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സഹോദരിയും കൂടെ ഉണ്ട്. ഈ സഹോദരിയുടെ ഈ ഒരു മകൻ, ഈ സഹോദരി അമ്മിണി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. അത് മാത്രമല്ല, ഈ സഹോദരിയുടെ മകൻ നിമിത്തം ആ മകൻ്റെ ഒരു കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭാരത്തോടെ ഈ 2 സഹോദരിമാർ ഇരിക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുക. ആ വിഷയത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട, നിങ്ങൾ ഇനി ഭാരപ്പെടേണ്ട. ആ വിഷയത്തെ കർത്താവ് അത്ഭുതമാക്കി തീർക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു.
യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവത്തിന് അവസരം കൊടുക്കുക. യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയണം. ജസ്റ്റിൻ, അതിൻ്റെ അമ്മ ഇതെന്നെ കേൾക്കുന്നുണ്ട്. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആ ജസ്റ്റിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ദൈവം അവനെ തൊടാൻ വേണ്ടി പോവാണ്. ദൈവം അവൻ്റെ ജീവിതത്തിൽ വലിയ തൻ്റെ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തിയെ ഞങ്ങൾ തുറക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. എന്റെ മോനാണ് ബ്രദറെ. ഏറ്റെടുത്ത സിസ്റ്റർ ഇന്ന് കർത്താവ് തൊടുക. ഈ രാത്രി ദൈവത്തിൻ്റെ വലിയൊരു സ്പർശനം വെളിപ്പെടുവാണ്. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശുവെ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളോടൊപ്പം തന്നെ എൻ്റെ കർത്താവ് 2 കാര്യമാണ് പറയുന്നത്. ഒന്നൊരു ബിബിൻ എന്ന് പറയുന്ന മകനെയും ബോബി എന്ന് പറയുന്ന 2 വ്യക്തികളെയും, ബിബിൻ ബോബി, ഈ 2 പേരുകളെ കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. ആ 2 വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയുകയാണ്. ബിബിനും ബോബിയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് 2 തലമുറകൾക്കും. ചേട്ടത്തിയുടെ മോനുണ്ട്, പക്ഷെ ബിബിനും ബോബിനും, ബോബിയല്ല ബോബിന്. അന്ന് ഞാൻ കേട്ടതിന്റെ രജിസ്റ്റർ അത് 2 പേരെ ഞാൻ കേട്ടത്. ബ്രദർ, എന്റെ നീസിന്റെ ഹസ്ബൻഡിന്റെ പേര് ബിബിന്, അവന്റെ ബ്രദറാണ് ബോബി. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ബിബിനും ബോബി എന്നാണ്. അപ്പൊ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അവിടെ സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നില്ല. കുടുംബങ്ങളുടെ മേലിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് കാണുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ഒരു ചേച്ചിയുടെ, അതായത് ഈ ദിവസങ്ങൾ ഞാൻ ഇങ്ങനെയാണ് വിളിക്കുന്നത്, ചേച്ചി എന്ന് പറയുന്ന 14 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയുമായി, ചേച്ചി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന, പക്ഷേ ബ്ലഡ് റിലേഷൻ എനിക്കറിയത്തില്ല, പക്ഷേ 14 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചേച്ചി, സ്വന്തം ചേച്ചിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഭവനത്തിൻ്റെ അകത്ത് പലപ്പോഴും പോകുമ്പോഴും നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയും അനുഭവിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. എന്നാൽ ഈ ഒരു മരണം നിങ്ങളത് കേട്ടത് നിമിത്തം വല്ലാത്തൊരു ഭാരവും ഭയവും നിങ്ങളുടെ അകത്ത് വന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിലുള്ള സമാധാനം നിറയട്ടെ. ആ യേശുവിൻ്റെ നാമത്തിൽ ആ മരണം നിമിത്തം ഉണ്ടായിട്ടുള്ള എല്ലാ ഭയഭാരങ്ങളും മനസ്സിൽ നിന്ന് തന്നെ നീങ്ങി വലിയൊരു സമാധാനം അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ തുടർന്നല്ലോ. അപ്പം ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു തെക്കേടത്തിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്, 2 മുറിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു മണ്ണ് കീറി നിൽക്കുന്ന ഒരവസ്ഥ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാനത് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അത് കീറി മുറിച്ച് പലതായി വിറ്റതുപോലെ പലതും നഷ്ടപ്പെട്ടു പോയ ഭവനമാണത്. എന്നാൽ നഷ്ടത്തിൻ്റെ പിന്നിൽ ഇന്ന് സംഭവിച്ച പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും ഞങ്ങളത് ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ ഈ കൂട്ടത്തിൽ കൈവച്ച് ആ രോഗശക്തികൾ ഇന്ന് കേട്ടതുപോലെ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് കർത്താവിൻ്റെ തിരുമുറിവിൽ, ആ മുറിവിൽ ഞാൻ ആശ്രയിക്കുന്നു. രോഗശക്തിക്കോ രോഗത്തിനോ എൻ്റെ മേൽ അധികാരമില്ല, എൻ്റെ മേൽ അവകാശമില്ല. എല്ലാവരും വിളിച്ചു പറഞ്ഞു, മ്യൂട്ട് മാറ്റേണ്ട, ആരും മ്യൂട്ട് മാറ്റേണ്ട. നിങ്ങളായിരിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം രോഗസൗഖ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ, എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറഞ്ഞു, യേശു എൻ്റെ രോഗത്തെ വഹിച്ച സത്യവ, യേശു എൻ്റെ വേദന ചുമന്നതാ, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞാനത് വിശ്വസിക്കുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ കൽപ്പിക്കുന്നപ്പ. ഇപ്പോൾ എല്ലാവരും, ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഈ നിമിഷം നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് കൈ എടുക്കുമ്പം ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ആ രോഗം അവിടെ ഇല്ല.
ആ വേദന അവിടെ നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. രോഗശക്തികൾ, ആ മുഴകൾ സൗഖ്യമായിരിക്കുന്നു, ക്യാൻസറുകൾ സൗഖ്യമായിരിക്കുന്നു. രോഗക്കിടക്കിൽ കിടക്കുന്നവർ ചാടി എണീറ്റ് കൈകളുടെ മേൽ കാലുകളുടെ മേൽ ബലം വ്യാപരിക്കുന്നു. സൗഖ്യത്തിൻ്റെ ശക്തി, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. നന്ദി കർത്താവേ, അങ്ങ് തൊട്ട് വിടിവിച്ച കൃപയ്ക്ക് നന്ദിയപ്പാ. അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദിയപ്പാ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ആലോചനയോ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നു, ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ പറയില്ല. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അതിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഭാരപ്പെടരുത്, അത്ഭുതം നടന്നു കഴിഞ്ഞു. രണ്ടാമതായിട്ട് ഒരാൾ ഒരു സാക്ഷ്യം നിങ്ങൾ ബന്ധപ്പെട്ട ഒരു ആലോചന പറഞ്ഞാൽ അതേ ആലോചന നിങ്ങളുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഏറ്റെടുത്താൽ മതി. ഒരു നിമിഷം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, നന്മ കൊണ്ട് ദൈവം അവർക്ക് തൃപ്തി വരുത്തുന്നല്ലോ, ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തുന്നല്ലോ. ഈ ദിവസങ്ങളിൽ വിതച്ചതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരു വിതയും നഷ്ടപ്പെട്ടു പോകത്തില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വയലിൽ വിതച്ചവർക്ക് എല്ലാ മേഖലയിലും നന്മ വരും. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരു പൈസ പോലും ഹോസ്പിറ്റലിൽ കൊണ്ട് കളയത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ ശേഷിപ്പുണ്ടാകും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഈ സമയം വിശ്വാസത്തോടെ പറയാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ബ്രദറെ, പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ എന്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ തിരുമ്മി യേശുക്രിസ്തുവിന്റെ തിരുമുറിനാൽ സൗഖ്യം വരുന്നെന്ന് പറഞ്ഞ് തിരുമ്മി പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ അതേ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അത്ഭുത സൗഖ്യം തന്നു. ഇപ്പൊ വേദന അവിടെ ഇല്ല, ഒട്ടുമില്ല. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ട്? ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പറഞ്ഞു സിസ്റ്റർ. പറഞ്ഞു. ബ്രദറെ 7.5 സെന്റിനകത്ത് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഒന്ന് കേട്ടോട്ടെ. പറഞ്ഞു സിസ്റ്റർ. ഹലോ, ഇന്നലെ കാലണ്ടർ തൂക്കിയിട്ടിരിക്കുന്നു, തൊപ്പിയിട്ടിട്ട് പറഞ്ഞില്ലേ മദറെ? അതാരാ? അത് എന്റെ വീട്ടിലാണ്. നാളെ ശ്രദ്ധിച്ചില്ല. ഇന്ന് രാവിലെയാണ് നോക്കുന്നത്. തൊപ്പിയിട്ടിട്ട് കലണ്ടർ സംഘടനാപരമായ UDF കലണ്ടർ ആണ്. ഓക്കെ, അത് ആന്റിയുടെ വീട്ടിലെ കലണ്ടർ ആയിരുന്നു. എന്റെ വീട്ടിലത്തെ കലണ്ടർ. ഇത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടോണം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇടപെട്ടതാണ് ഒരു അസോസിയേഷൻ, നമ്മളത് ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു. ആന്റി അത് ഓർത്തില്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് ആ കലണ്ടറെ ശ്രദ്ധിക്കുന്നത്. സ്വന്തം വീട്ടിൽ തന്നെയാണ് അത് ഏറ്റെടുത്തോണം. അപ്പോൾ കർത്താവ് നമ്മൾ പോലും മറന്നുപോയാലും ചില കാര്യം കർത്താവ് കാണുന്നുണ്ട്. ഏറ്റെടുത്ത വലിയ ദൈവപ്രവൃത്തി കേട്ടോ. ഇനി ആ സഹോദരി ആ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയ സഹോദരി ഒന്ന് പറഞ്ഞ് കേട്ടില്ലായിരുന്നു. നമ്മൾ ഓരോരുത്തർ പറയണേ. 7.5 സെന്റിനകത്ത് സ്ഥലത്തിനകത്ത് ഓട്ടോറിക്ഷയിൽ ആള് വന്ന് സങ്കടം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞത് ഞാനായിരുന്നു. എന്റെ ഇട അതായത് സഹോദരന്റെ വീട്ടിൽ ആ വന്ന് സങ്കടം പറഞ്ഞു. അത് വലിയ സാക്ഷ്യം നിങ്ങൾ കേട്ടു നോക്കി. ഈ കാര്യം വല്ലോ ഞങ്ങൾ അറിയാൻ വല്ല സാധ്യതയുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിന്റെ വലിയൊരു ആലോചന ശ്രദ്ധിച്ചു നോക്കി. ആ 7.5 സെന്റ് ഉണ്ടായിരുന്നു. ഈ വന്നത് ഓട്ടോറിക്ഷയിലായിരുന്നു. ഓട്ടോറിക്ഷയിലാണ്. സ്വോത്രം. അത് വലിയൊരു സാക്ഷ്യം കേട്ടോ സഹോദരി. അത് ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ, വേറെ ആരും നോക്കണ്ട. അത് വലിയ കേട്ടോ. അതായത് ആ ഓട്ടോറിക്ഷ വന്ന കാര്യമോ ഈ വ്യക്തി വന്നതോ ഞങ്ങൾ എന്തെങ്കിലും രീതിയിൽ അറിയാൻ സാധ്യതയുണ്ടോ? ഇതെങ്ങനെ അറിഞ്ഞു ഞങ്ങള്? അപ്പൊ കർത്താവ് വെളിപ്പെടുത്തിയെങ്കിൽ സഹോദരി ഇനി ആരോടും സങ്കടം പറയണ്ട കേട്ടോ. ഇതാരോടും ഇനി സങ്കടം പറയണ്ട. ദൈവം അതാണ് പറഞ്ഞത്. കർത്താവ് ആ പ്രവചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ എന്നാ സംഭവിച്ചത്? മിനഞ്ഞാന്ന് സംഭവിച്ച കാര്യമാണ്. അപ്പൊ മിനഞ്ഞാന്ന് നടന്ന കാര്യത്തെ കർത്താവ് വെളിപ്പെടുത്തി ദൈവം ഉറപ്പിക്കുകയാണ്. ഇനി ആരോടും സങ്കടം പറയണ്ട, വചനം കേട്ടാൽ മതി. ഇനി ഒരാളോടും നമ്മുടെ കാര്യം പറയണ്ട, യേശുവിൽ ആശ്രയിക്കുക. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കും കേട്ടോ. ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണ് ഈ ആലോചന, മറ്റാരും നോക്കണ്ട. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു. ബ്രദർ, ഇതൊരു സാക്ഷ്യമല്ല, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നേ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് സാറ്റർഡേ ആണെങ്കിൽ ഒരു OET എക്സാം ഉണ്ടായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ ബ്രദർ. എനിക്കിപ്പം ജോലി ഇല്ലാതിരിക്കുവാണ്.
സിസ്റ്റർ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ നിമിഷം മുതൽ സിസ്റ്റർ വിശ്വസിച്ച് പറഞ്ഞു, കർത്താവ് എനിക്ക് ആ OET എക്സാം അത്ഭുതം ചെയ്തതിന് നന്ദി. അതിൻ്റെ അർത്ഥം ഇനി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അവിശ്വാസമായി മാറും. കാര്യം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സിസ്റ്റർ ഇപ്പം മുതൽ പറഞ്ഞോണം, അത്ഭുതം നടന്നതിന് നന്ദി. OET ഏറ്റവും സ്കോറോടെ തന്നെ ഞാൻ പാസ്സാകും, ഞാൻ രാജ്യങ്ങളുടെ നന്മ കാണും എന്ന് ഇപ്പം തന്നെ പറഞ്ഞോണം കേട്ടോ. ഹലോ പറഞ്ഞോ ഹലോ ബ്രദർ. പറഞ്ഞോ സിസ്റ്ററെ. എനിക്ക് 2 ദിവസം പിന്നെ മൊബൈലില് നെറ്റ്വർക്ക് കിട്ടി കംപ്ലൈന്റ് ആയിരുന്നു ബ്രദർ. പിന്നെ ബ്രദർ 2 ദൈവാലോചന പറഞ്ഞായിരുന്നു. അത് ആദ്യം പറഞ്ഞത് ഫെഡറൽ ബാങ്കിന്റെ പാസ്ബുക്കും ചെക്ക് ബുക്കും ബാഗിൽ കിടക്കുന്ന വ്യക്തിയുടെ കാര്യം. അത് എന്റെ ബാഗിലായിരുന്നു ബ്രദർ. ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും ബാഗിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ബ്രദർ പറഞ്ഞ അതില് സാമ്പത്തിക കുരുക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് എല്ലാം അത് എന്റെ വിഷയമായിരുന്നു ബ്രദർ. പിന്നെ അല്ലാതെ ഈ 2 ദിവസത്തേക്ക് മുമ്പേ അല്ലാതെ ഒന്ന് ബ്രദർ ദൈവാലോചന പറഞ്ഞു. പിന്നെ വീട്ടിന്റെ ബാക്കിൽ അടുക്കളയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോ വലത് സൈഡിൽ പ്ലാവ് നിൽക്കുന്ന വലത് സൈഡ് പ്ലാവ് നിൽക്കുന്ന ഭവനത്തിലെ തലമുറയുടെ വിഷയത്തിന്മേൽ കർത്താവ് തൊടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ ദൈവാലോചന പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമായിട്ട് മാറ്റും കേട്ടോ സിസ്റ്ററെ. കർത്താവ് ആലോചനകൾ കേട്ട് അത് ഏറ്റെടുത്തോണം, അതിൻ്റെ സാക്ഷ്യങ്ങളാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ബ്രദർ ബാല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ചർച്ചിലുള്ള ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ജോഷുവ ബാല എന്നാണ് അവൻ്റെ പേര്. അപ്പൊ അവന് ഈ അലോപേഷ്യ ഉണ്ട്, മുടിയല്ല ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞപ്പോ അവൻ ഒരു 16 വയസ്സേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവൻ ഭയങ്കര ഡിപ്രഷനിലാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു എന്നെ വിളിക്കണേ, നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് പക്ഷെ പുള്ളിക്കാരി വിളിച്ചൊന്നുമില്ല. ഞാൻ അല്ല ഞാനത് ചോദിച്ചപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒഫീഷ്യൽ എനിക്കറിയത്തില്ല, പക്ഷെ പേരിന്റെ കൂട്ടത്തിലോ എവിടെയോ ഈ ബാല കാണുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പലരും ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ കേൾക്കുന്നത്, ബാല എന്ന് തന്നെയാണ് കേട്ടത്. പക്ഷെ പേരിന്റെ ഒപ്പം തന്നെ അതിന്റെ എവിടെയോ ഒരു ഭാഗത്തായിട്ട് കാണുന്നു എന്ന് ഞാൻ എത്ര പേര് അങ്ങനെ കേട്ടായിരുന്നു. നിങ്ങൾ വേണേ യൂട്യൂബിൽ ഒന്നും കൂടെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു നിങ്ങൾ അടയാളങ്ങളൊന്നും ശ്രദ്ധിച്ചു. അപ്പോൾ ഇഷ്ടം പറഞ്ഞ പോലെ തന്നെ ആ പേരിന്റെ അവസാന ഭാഗത്തിൽ ബാല എന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഇടയ്ക്കോ എവിടെയോ ഏതോ ഒരു ഭാഗത്തായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ പേര് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടു, പക്ഷെ പേര് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പേര് ഞാൻ എടുത്ത് കണ്ടു. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞ സൗര്യ ആ കുടുംബത്തിനും ഇടപെട്ടിച്ച് അവൻ്റെ രോഗത്തെ യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവിടെ പൂർണ്ണ സൗഖ്യം ഗ്യാരണ്ടിയാന്ന് പറ. ഞാൻ കിട്ടുന്ന ഗ്യാരണ്ടി അല്ല കേട്ടോ, യേശുവിൻ്റെ ഗ്യാരണ്ടിയാണ്. കാര്യം കർത്താവ് തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പം ഇത് അവർക്ക് അയച്ചു കൊടുക്കുക. ഈ യൂട്യൂബിൽ വരുന്നുണ്ട് ഇപ്പം, അത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് വേണം വ്യക്തമായിട്ട് കേട്ടിട്ട് ധൈര്യമായിട്ട് വിശ്വസിച്ചു യേശു അത്ഭുതം ചെയ്തിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ ഞങ്ങൾക്കൊരു 19 സെന്റ് സ്ഥലവും അതിൻ്റെ അകത്തൊരു പഴയ വീടും ഞങ്ങൾ ഒരു വാടകയ്ക്ക് കൊടുത്തിരുന്നേ. പിന്നെ അതിൻ്റെ അകത്ത് വേറെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് ഇറങ്ങുന്നില്ലായിരുന്നു. അവരത് സ്വന്തമാക്കി വെച്ചേക്കുമായിരുന്നേ. അപ്പൊ ഞങ്ങളൊരു 3-4 മാസമായിട്ട് അവരോട് ഇറങ്ങി പോണോന്ന് പറഞ്ഞിട്ട് അവര് പോകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് അവരോട് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾക്ക് ആ സ്ഥലം മറിക്കണം, അതുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവര് ഇറങ്ങത്തുമില്ല. ഗുണ്ടായിസ ഇങ്ങോട്ട് പെരുമാറുമായിരുന്നു. അപ്പൊ ഞങ്ങള് ആ സ്ഥലത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ അതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ധൈര്യത്തിൽ ചെന്ന് ആ സ്ഥലത്തുനിന്ന് ആ വീടും ആ പഴയ വീട് പൊളിച്ചു. ഈ ഷെഡും എല്ലാം ഞങ്ങൾ പൊളിച്ചു. ഞങ്ങള് പേടിയുണ്ടായിരുന്നു അവര് ഞങ്ങളോട് വല്ലതും ചെയ്യുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഞങ്ങളുടെ ഒരു കടയുടെ ആധാരം ആ വ്യക്തിയുടെ ഉണ്ടായിരുന്നു, അതും കൊണ്ടേ കഴിഞ്ഞ ദിവസം തിരിച്ചു തന്നു. അങ്ങനെ സമാധാനത്തിൽ തീർന്നു. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷി തന്നെ പറഞ്ഞു പറയുന്നത്. വലിയൊരു വഴക്കിൻ്റെ അകത്ത് നിൽക്കുന്ന അപഹരിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ വലിയൊരു പ്രശ്നം ഇപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, വലിയൊരു പ്രശ്നം ഉണ്ടാകേണ്ട സ്ഥാനത്ത് അവർ ആ വചനം പറഞ്ഞു. അവിടെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത, പക്ഷേ അവിടെ എന്ത് ചെയ്തു, സമാധാനം ഉണ്ടായി. ഒരു അനർത്ഥവും സംഭവിക്കാതെ തന്നെ ദൈവം അവർക്ക് സമാധാനം കൊടുക്കുവാൻ ഇടയായി തീർന്നു.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യം ചിലർ നമുക്ക് പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ ഈ ലൈവിൽ കാണുന്നവർക്ക് ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ഥലങ്ങൾ. അപ്പം നമ്മൾക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, കൊല്ലത്ത് നടക്കുന്ന മീറ്റിങ്ങിൻ്റെ അത് ക്ലിയറാണെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും മീറ്റിങ്ങിൻ്റെ ബ്രോഷറിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫെബ്രുവരി നടക്കുന്നതാണെങ്കിൽ ഇപ്പം മുതൽ ഞാൻ ഇടുന്നത്, ഇനി ആർക്കെങ്കിലും അത് മിസ്സായി വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം കൊല്ലത്ത് നിങ്ങൾക്കറിയാമല്ലോ, അത് ജയൻ മെമ്മോറിയൽ ഹാളാണ്, പഞ്ചായത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയമാണ്. അപ്പം കളക്ടറേറ്റിന് സമീപത്ത് തന്നെയാണ് അത് കാണിക്കുന്നത്. കോട്ടയത്ത് നമ്മൾ നടക്കുന്നത് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിലാണ്, കത്തോലിക്കരുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ അവിടെയാണ്, ആ ഹാളാണ്. എറണാകുളത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാലാരിവട്ടത്താണ് ഇത് കാണിക്കുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കിവിടെ കുഴപ്പമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് എടുത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ സിസ്റ്ററെ. പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു 14 ദിവസമായി മരണം സംഭവിച്ച വീടെന്ന് പറഞ്ഞു. അതെന്റെ വീടാണ്. ഹസ്ബൻഡ് മരിച്ചെന്ന് ബ്രദറിനെ അറിയിച്ചിരുന്നു. സിസ്റ്ററെ, ഹസ്ബൻഡിന്റെ മരണമല്ലായിരുന്നു സിസ്റ്ററെ, ഒരു ചേച്ചി സംബന്ധമായിട്ട്, ചേച്ചി എന്ന് വിളിക്കപ്പെടുന്ന, സ്വന്തം ചേച്ചി എന്നറിയില്ല, ചേച്ചി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, ഹസ്ബൻഡ് അല്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ അത് ഓക്കെ, സിസ്റ്ററെ പറ്റി അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊരാളുടെ വിഷയമായിരുന്നത് കേട്ടോ. എനിക്ക് ചിലപ്പോൾ സൂമിലായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കാം. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്തുണ്ടായ ഒരു വിഭ്രാന്തിയെ കർത്താവ് തൊടുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ജനുവരി 25 എന്റെ എക്സാം, അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സിസ്റ്ററെ, കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞു. ഈ നിമിഷം പോലും നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതുകൊണ്ട് സിസ്റ്റർ ഇപ്പം മുതൽ പറയണം, ഞാൻ ആ പരീക്ഷയിൽ അത്ഭുതം കാണും. ഇതുവരെ ആരും എൻ്റെ കുടുംബത്തിൽ പ്രാപിക്കാത്തതുപോലെ ഏറ്റവും ബെസ്റ്റ് സ്കോർ എനിക്ക് അവിടെ കിട്ടും. കാര്യം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ വെക്കണം. ഇപ്പം മുതൽ ജയിക്കണമെന്നല്ല, കർത്താവ് എനിക്ക് അത്ഭുതകരമായി തന്നെ ജയത്തെ തന്നതിന് നന്ദി പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോണം. അതുപോലെ തന്നെ സംഭവിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ പിന്നെയും കേൾക്കാം. അപ്പോൾ കർത്താവിൻ്റെ ആലോചനകളൊക്കെയും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളോട് ദൈവം സംസാരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഒരാലോചന കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റുന്നതാണ്. മനുഷ്യൻ്റെ വാക്കല്ല, ദൈവ ശബ്ദമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പിന്നെ എനിക്കറിയാം സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇനിയും നമുക്ക് തുടർമാനമായിട്ട് സാക്ഷ്യങ്ങളെ പിന്നെയും കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികൾ ദൈവം നമ്മുടെ നടുവിൽ ഇനിയും ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, ഈ നിമിഷം മുതലൊന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇതിൻ്റെ കുടുംബം തന്നെ പറഞ്ഞോണം, കർത്താവ് യേശു ക്രിസ്തു എൻ്റെ സകല വിഷയത്തെയും വഹിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ അത്ഭുതത്തെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞോണം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നതിൻ്റെ അകത്ത് വലിയ കാര്യമുണ്ട് കേട്ടോ. ഈ വരും ദിവസം എഫ്.എസ്. ലേഖനം വളരെ പ്രധാനപ്പെട്ട ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫ്.എസ്. ലേഖനം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, ഇതിനെ ധ്യാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട ലേഖനമാണ്. നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന ലേഖനമാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പം തന്നെ കർത്താവ് തുറക്കുവാണെന്ന് കേട്ട വചനത്തിനും പ്രവചനാലോചനകൾക്കും രോഗസൗഖ്യത്തിനും ഒക്കെ ഞാൻ കർത്താവിനെ സ്തുതി